ശ്രീ ആർ വി ബാബു, ഇന്നലെ ശിവഗിരിയിൽ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞോ അത് ആവർത്തിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴും. ഗുരുനിന്ദ തുടരുന്ന ഒരു സാഹചര്യം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. സനാതനധർമ്മത്തിന്റെ വക്താവല്ല ശ്രീനാരായണ ഗുരു എന്ന് ആവർത്തിച്ച് പറയുകയാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് എത്ര ആവർത്തിച്ചു പറഞ്ഞാലും ശ്രീനാരായണ ഗുരുദേവനെ ഹൈന്ദവ ധർമ്മത്തിൽ നിന്നും സനാതന ധർമ്മത്തിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിച്ചാൽ അത് ഒരു കാരണവശാലും വില പോകാൻ തോന്നില്ല. കാരണം സനാതന ധർമ്മവുമായിട്ട് അത്രയും ഇടപഴകി ആ സനാതന ധർമ്മത്തിന്റെ പ്രചരണത്തിന് അങ്ങേയറ്റം പ്രവർത്തിച്ച ഒരു സന്യാസി വര്യൻ, കേരളം കണ്ട ഏറ്റവും അതുല്യനായ സന്യാസി വര്യൻ, ശങ്കരാചാര്യർക്ക് ശേഷം ശങ്കരാചാര്യർ നടത്തിയ പ്രവർത്തനം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു സന്യാസി വര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോ ഈ ഗുരുദേവനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം CPM അടക്കമുള്ള നേതാക്കന്മാർ ഇന്നലെ തുടങ്ങിയതല്ല. വർഷങ്ങൾക്ക് മുൻപ് തന്നെ CPM നേതാക്കന്മാര്, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് ഗുരുദേവനെ ഹിന്ദു ധർമ്മത്തിൽ നിന്നും അടർത്തി മാറ്റാനും ഗുരുദേവൻ ഹിന്ദു സന്യാസിയല്ല എന്ന് വരുത്താനും ഒക്കെ ആസൂത്രിതമായ ശ്രമങ്ങൾ പണ്ടേ മുതൽ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഗുരുദേവ ഭക്തന്മാര് തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്, പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഗുരുദേവന്റെ പ്രവർത്തനം, അദ്ദേഹത്തിന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ളത്, അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എല്ലാം സനാതനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒന്നുപോലും സനാതന ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ളതല്ല. ജാതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇവർ ഉന്നയിക്കുന്നത്. സനാതന ധർമ്മത്തിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ളത് സനാതന ധർമ്മത്തിന്റെ തത്വമാണ് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവനാണ്. ആർക്കെങ്കിലും മതം മാറണമെങ്കിൽ അത് സനാതന ധർമ്മത്തിലേക്ക് മതം മാറൂ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവനാണ്. ആ ശ്രീനാരായണ ഗുരുദേവൻ സനാതന ധർമ്മത്തിൽ പെടുന്ന ആളല്ല എന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത് ഈ സനാതന ധർമ്മത്തെയും സനാതന ധർമ്മത്തെ അതിനെ പ്രയോഗവൽക്കരിക്കാനും അതിനെ പ്രചരിപ്പിക്കാനും ശ്രമിച്ച ആളുകളെയൊക്കെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും ഗുരുദേവനെ ചോദ്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഗുരുദേവനിലൂടെ സനാതന ധർമ്മത്തെ ആക്രമിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നത്. ഗുരുദേവനെ നിന്ദിക്കുക, ഗുരുദേവനിലൂടെ യഥാർത്ഥത്തിൽ സനാതന ധർമ്മത്തിനോടുള്ള എതിർപ്പ് ഗുരുദേവനെ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുകയാണ്. ഇത് കേരളത്തിലെ സമൂഹം, ശ്രീനാരായണ ഭക്തർ അവരെ തിരിച്ചറിയും. ഒരു കാരണവശാലും ഗുരുദേവനെ ഹിന്ദു അല്ലാതാക്കാനോ ഹിന്ദു സന്യാസി അല്ലാതാക്കാനോ ഹിന്ദു ധർമ്മത്തിൽ നിന്നും വിരുദ്ധമായിട്ടുള്ള വ്യക്തിയാക്കി ചിത്രീകരിക്കാനോ സാധ്യമല്ലാത്ത വിധം ഗുരുദേവൻ നമ്മുടെ മുമ്പിൽ തുറന്നൊരു പുസ്തകമാണ്, ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് ഈ പറയുന്ന പ്രചരണം അത് യാതൊരു ഫലവും ചെയ്യില്ല. കഴുതക്കാമം പോലെ കരഞ്ഞു തീർക്കാൻ മാത്രമേ കഴിയൂ. ശ്രീ ആർ വി ബാബു, ഈ മുഖ്യമന്ത്രിയുടെ പരാമർശം എന്ത് അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാം. അതൊരു കൃത്യമായ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റായി CPM കരുതിയിരുന്ന ഒരു വോട്ട് ബാങ്ക്, ആ വോട്ട് ബാങ്ക് വളരെ കൃത്യമായി BJPയിലേക്ക് വരുന്നൊരു സാഹചര്യമൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കാണുന്നതാണ്. അതിൻ്റെ ഒരു അങ്കലാപ്പ് കൂടി ഈ തുടരുന്ന ഗുരുനിന്ദയിൽ കാണാൻ കഴിയില്ലേ? ഇത് അടിസ്ഥാനപരമായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ പ്രതിദാനം ചെയ്യുന്നത് സനാതന ധർമ്മത്തെയല്ല, സനാതന ധർമ്മത്തിൽ ഗുരുദേവനും തമ്മിൽ അധികം വ്യത്യാസമുണ്ട് എന്ന് വരുത്താൻ ശ്രമിക്കുന്നതിന്റെ പിന്നിൽ ഈ ഗുരുദേവ ഭക്തന്മാരെ ഹിന്ദു അല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. ഗുരുദേവ ഭക്തന്മാര്, ഗുരുദേവനെ ആദരിക്കുന്നവര്, ഗുരുദേവനെ പൂജിക്കുന്നവര്, ദൈവമായി കാണുന്നവര്, ഗുരുവായി കാണുന്നവര് ആയിട്ടുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ അവരെ ഹിന്ദുക്കൾ അല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഗുരുദേവനെ ഒരു സമുദായം വളരെ ശക്തമായിട്ട് അവരുടെ ആചാര്യനായിട്ട്, ഗുരുദേവൻ സർവ്വ പ്രപഞ്ചത്തിനെയും ആചാര്യനാണ്. എന്നാൽ നമുക്ക് കേരളത്തിന്റെ കാര്യത്തിൽ അറിയാം, ഒരു പ്രത്യേക സമുദായം, ഈഴവ സമുദായം ഗുരുദേവനെ വളരെ വലിയ പൊതുവിൽ തങ്ങളുടെ ഗുരുവായിട്ട്, ആധ്യാത്മിക നേതാവായിട്ട്, ഗുരുവായിട്ട് കാണുന്നു. ആ ഈഴവ സമൂഹം അവർ ഹിന്ദുക്കളല്ല എന്ന് സ്ഥാപിക്കാനായിട്ട് നടത്തുന്ന ആസൂത്രിതമായ ശ്രമമാണ്. അപ്പൊ ഗുരുദേവനെ ആരാധിക്കുന്നവര് ഗുരുദേവൻ സനാതന ധർമ്മ വിശ്വാസിയല്ല, സനാതന ധർമ്മത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ആളാണ് എന്ന് വരുത്തുക. ഇത് ഗുരുദേവനെ യഥാർത്ഥത്തിൽ സുമാർ അഴീക്കോട് പറഞ്ഞ പോലെ ഈ
ഈ പ്രൊട്ടസ്റ്റീസിന്റെ നയമാണിത്. അതായത് തങ്ങളുടെ വിശ്വാസത്തിനനുസൃതമായി ഗുരുദേവനെ ചുരുക്കി ഗുരുദേവന്റെ കൈയും കാലും വെട്ടുന്ന ആ പ്രൊക്രസ്റ്റീഷ്യൻ നയം, അതാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എടുക്കുന്നത്. തങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസത്തിനനുസരിച്ച് ഗുരുദേവന്റെ കൈയും കാലും ശിരസും ഛേദിക്കുകയാണ്. തങ്ങളുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനനുസൃതമായി ഗുരുദേവനെ വഹിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന തനി രാഷ്ട്രീയ പരമായ ഗുണ്ടായുസം, ആ രാഷ്ട്രീയപരമായ ഗുണ്ടായുസമാണ് ഗുരുദേവനെതിരെ എടുക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ.